പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസി. പാലക്കാട് വിഷയത്തിൽ ഉന്നതതല യോഗം വിളിക്കും. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏക പട്ടികജാതി മെഡിക്കൽ കോളേജായ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ വൺ ഇമ്പാക്ട്. 5 ബാച്ച് MBBS വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ സ്ഥാപനമാണിത്. മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ മോർച്ചറിയില്ല. മോർച്ചറിയില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം നടക്കാറില്ല. ബ്ലഡ് ബാങ്കോ MRI CT സ്കാനിംഗ് സൗകര്യങ്ങളോ ഇല്ല. നെഞ്ചുവേദനയായി വന്നാൽ പരിശോധിക്കാൻ ഒരു കാർഡിയോളജിസ്റ്റ് പോലുമില്ല. പിന്നെ രോഗിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയല്ലാതെ എന്ത് ചെയ്യും? ഈ മെഡിക്കൽ കോളേജിന് ഏകദേശം ഫണ്ട് ലഭിക്കുന്നുണ്ട്. എന്നാലും ഇന്ന് വരെ കൃത്യമായ ഒരു ചികിത്സാ സംവിധാനം ഈ മെഡിക്കൽ കോളേജിലില്ല. പല കേസുകളും ഇന്ന് ഇവിടുന്ന് ഈ മെഡിക്കൽ കോളേജിൽ വന്ന കേസുകൾ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. ജില്ലാ ഹോസ്പിറ്റലിൽ എത്തുന്ന കേസുകൾ തൃശ്ശൂരിലേക്കും കോഴിക്കോട്ടേക്കും റെഫർ ചെയ്യും. ഇത് റെഫർ ചെയ്യുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ്. ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി തുടങ്ങി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗവും പാലക്കാട് മെഡിക്കൽ കോളേജിലില്ല. കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും പല കെട്ടിടങ്ങളും പൊതുമരാമത്ത് വകുപ്പ് മെഡിക്കൽ കോളേജിന് കൈമാറിയിട്ടില്ല. 120 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 100 MBBS സീറ്റുകളും 12 PG സീറ്റുമാണ് നിലവിലുള്ളത്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഫണ്ട് ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയും പട്ടികജാതി മന്ത്രിയും ഉൾപ്പെടുന്ന സൊസൈറ്റിയാണ് മെഡിക്കൽ കോളേജിന്റെ ഭരണസമിതി. PSC വഴിയല്ല അധ്യാപക നിയമനം. മറ്റ് സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ശമ്പളമായതിനാൽ ഡോക്ടർമാർ വരാൻ മടിക്കുകയാണ്. പട്ടികജാതി വകുപ്പിന് കീഴിലെ രാജ്യത്തെ ഏക മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ മീഡിയ വൺ പുറത്തുവിട്ടതിന് പിന്നാലെ പിന്നോക്ക വകുപ്പ് മന്ത്രി കെ തുളസി വിഷയത്തിൽ ഇടപെട്ടു. മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും. മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഉന്നതതല യോഗം മന്ത്രി വിളിക്കും. മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾക്ക് പൊതുമാനദണ്ഡം കൊണ്ടുവരുമെന്നും മന്ത്രി കെ തുളസി അറിയിച്ചു. സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്.